ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ലൂക്കറിൻ്റെ, അതായത് നമ്മൾ ഈ കബോർഡിൻ്റെ അകത്തൊക്കെ ഇടുന്ന സ്പോട്ട് ലൈറ്റുകൾ നമ്മൾ കൊടുക്കാറുണ്ട്. 1 വാട്ടിൻ്റെ കൊടുക്കാറുണ്ട്, 3 വാട്ടിൻ്റെ കൊടുക്കാറുണ്ട്. അത് തമ്മിലുള്ള വ്യത്യാസം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുന്നത്, അതിൻ്റെ രണ്ടും മോഡൽസ് നമുക്കൊന്ന് പരിചയപ്പെടാം. ഇത് 3 വാട്ട്സ് ആണ് വരുന്നത്. 3 വാട്ട്സിൻ്റെ ലൂക്കറിൻ്റെ ലൈറ്റാണ് വരുന്നത്. അതുപോലെ തന്നെ അടുത്തത് വരുന്നത് 1 വാട്ടിൻ്റെയാണ്. ഇത് രണ്ടിലും കുറച്ച് വലിപ്പ വ്യത്യാസം കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ കബോർഡ് ചെയ്യുന്ന സമയത്ത് ഇത് കറക്റ്റായിട്ട് ഏതെങ്കിലും ഒരു സാമ്പിൾ വാങ്ങിച്ചതിന് ശേഷം നമ്മളതിൻ്റെ ബാക്ക് മൾട്ടിവുഡിലാണെങ്കിലും ഏതിലാണെങ്കിലും തുളയ്ക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ആദ്യമേ തന്നെ നോക്കുക 1 വാട്ടിൻ്റെയാണ്. 1 വാട്ടിൻ്റെ അകത്ത് വരുന്നത് വാം വൈറ്റ്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തന്നെ അഡാപ്റ്റർ സിസ്റ്റം കാര്യങ്ങൾ വരുന്നുണ്ട്. അഡാപ്റ്റർ നമുക്ക് സെപ്പറേറ്റ് എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് അഡാപ്റ്റർ ആണെങ്കിൽ അഡാപ്റ്റർ കംപ്ലയിൻ്റായി മാറ്റാൻ വേണ്ടിയിട്ടാണ് സെപ്പറേറ്റ് അഡാപ്റ്റർ ഉള്ള ടൈപ്പാണ് ഏറ്റവും നല്ലതായിട്ട് വരുന്നത്. വേറെ ഒന്നുമല്ല, കുറച്ചുകൂടി ഉള്ളിലേക്ക് കുറച്ച് സ്പേസ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ അഡാപ്റ്റർ കൂടി വെക്കാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ 2 സ്പ്രിങ്ങുകൾ കണ്ടോ, ഈ 2 സ്പ്രിങ്ങുകളിലാണ് ഇത് ടൈറ്റ് ആവുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്ക് സൈഡ് കറക്റ്റ് അതിൻ്റെ മെഷർമെൻറ്റ് എടുത്തതിന് ശേഷം വേണം നമുക്ക് മൾട്ടിവുഡിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്ക് സ്പോട്ട് ലൈറ്റ് ഇടുന്ന സമയത്ത് ഇതൊന്ന് തുളച്ചെടുക്കാനായിട്ട്. അപ്പോൾ പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇതിൻ്റെ അത് അഡാപ്റ്റർ കൊടുത്തിരിക്കുന്നുണ്ടോ, അതിൻ്റെ പ്ലസ് വയർ അതായത് റെഡിലേക്കും ബ്ലാക്കിലേക്കും കറക്റ്റായിട്ട് രീതിയിൽ വേണം അത് കൊടുക്കാനായിട്ട്. മാറിപ്പോകാൻ ചാൻസ് കുറവാണ്, കാരണം വേറെ ഒന്നുമില്ല, അതിൻ്റെ ലോക്ക് 1 സൈഡ് മാത്രമാണ് കയറുന്നത്. ഇനി വരുന്നത് 3 വാട്ട്സിൻ്റെയാണ്. 3 വാട്ട്സിൻ്റെ കുറച്ചുകൂടി വലുപ്പം ഉണ്ടാവും. അതായത് 1 വാട്ടിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ 3 വാട്ട് കുറച്ചുകൂടി വലുപ്പം കൂടുതലായിരിക്കും. ഇതിൻ്റെ ബാക്ക് സൈഡ് ഇതുപോലെ തന്നെ ബാക്കിൽ കാണുന്ന 2 പ്ലേറ്റ് കണ്ട സ്പ്രിങ് പോലെ ഇതിലാണ് ഉറച്ചു നിൽക്കുന്നത്. പിന്നെ ഇതിൻ്റെ അഡാപ്റ്റർ വരുന്നത് ഇതാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ 3 വാട്ട് ഇടുന്ന സമയത്ത് ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന സിസ്റ്റം ഉണ്ട്, ഇൻബിൽറ്റ് ആയിട്ട് വരുന്ന ലൈറ്റുകളുണ്ട്, അല്ലാതെ സെപ്പറേറ്റ് അഡാപ്റ്റർ വരുന്നുണ്ട്. സെപ്പറേറ്റ് അഡാപ്റ്റർ വരുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. വേറെ ഒന്നും കൊണ്ടല്ല, സെപ്പറേറ്റ് വരുന്ന സമയത്ത് നമുക്ക് അഡാപ്റ്റർ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ മാറ്റാൻ പറ്റും. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ബാക്കിൽ സ്പേസ് കുറച്ച് കൂടുതലായിരുന്നാൽ മാത്രമേ നമുക്ക് അഡാപ്റ്ററും കൂടി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ല, ഇൻബിൽറ്റ് വരുന്ന ലൈറ്റുകളുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും തന്നെ വലിപ്പം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കിൽ സ്പേസോ കാര്യങ്ങളോ ഓവറായിട്ട് വേണ്ടി വരില്ല എന്നുള്ളൊരു അഡ്വാൻറ്റേജ് കൂടിയുണ്ട്. ഇതുമാണ് രണ്ടും തമ്മിൽ വ്യത്യാസം വരുന്നത്. ഇൻബിൽറ്റ് അഡാപ്റ്റർ ആണെങ്കിലും അതുപോലെ തന്നെ പുറത്ത് വെച്ചിരിക്കുന്ന അഡാപ്റ്റർ ആണെങ്കിലും രണ്ടും പ്രത്യേകത ഉള്ള രീതിയിലാണ്. അതായത് എന്ത് സ്പേസ് കൂടുതലുണ്ടോ, ആ സ്പേസ് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ അഡാപ്റ്റർ ഉള്ള ടൈപ്പ് യൂസ് ചെയ്യാം. ഇനി ഇതിൻ്റെ MRP നമുക്കൊന്ന് നോക്കാം. 3 വാട്ടിന് വരുന്നത് 520 MRP കാണിച്ചിരിക്കുന്നത്. 1 വാട്ടിന് വരുന്നത് കണ്ട 200 സംതിങ് ആണ്, 295 കാണിച്ചിരിക്കുന്നത്. അപ്പോൾ രണ്ടും തമ്മിൽ നോക്കി അറിയാൻ പറ്റും. 1 വാട്ടും 3 വാട്ടും തമ്മിൽ ചെറിയ ഒരു റേറ്റ് വ്യത്യാസം കാര്യങ്ങളുണ്ട്. എന്തായാലും MRP ഇത്രയാണെങ്കിൽ റേറ്റ് നമുക്ക് അഫോർഡബിളായ രീതിയിൽ നമുക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങൾ കിട്ടുന്നതാണ്. അപ്പോൾ നമ്മൾ ഏതാണെന്ന് തീരുമാനിച്ചതിന് ശേഷം കബോർഡിലാണെങ്കിലും കറക്റ്റായിട്ട് നമുക്ക് ഹോള് കറക്റ്റ് ചെയ്ത് ഇടുന്നതാണ് ഏറ്റവും ഉത്തമം. ഹോള് നമ്മൾ കറക്റ്റ് ചെയ്ത് മാറ്റിയിട്ടതിന് ശേഷം പിന്നെ രണ്ടാമത് തുളയ്ക്കാന്ന് പറയുന്നത് ഇച്ചിരി റിസ്ക് ആണ്. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ 1 വാട്ടാണോ 3 വാട്ടാണോ 2 വാട്ടാണോ എന്ന് നമ്മൾ ആദ്യമേ തീരുമാനിച്ചതിന് ശേഷം കബോർഡിൻ്റെ അകത്ത് ചെയ്യുന്നതാണ്, ഹോളിട്ട് ക്ലിയർ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം 1 വാട്ടും 3 വാട്ടിനെ കുറിച്ചിട്ട് ഏകദേശം വലിപ്പവും കാര്യങ്ങളും, അഡാപ്റ്റർ ഇൻബിൽറ്റ് ആണെങ്കിൽ ഇൻബിൽറ്റിനെ കുറിച്ചിട്ടും അതെല്ലാം സെപ്പറേറ്റ് വയ്ക്കുന്നതിനെ കുറിച്ചിട്ട് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait.